ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ആരൊക്കെ കമൻറ്റ് ഇട്ടിരുന്നു സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൂടി വീഡിയോ ഇടണമെന്ന്. അപ്പം ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഡ്രാമ ആൻഡ് പോയട്രി എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറുണ്ട്. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതും എൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലായിരുന്നു, എനിക്കതൊരു കുട്ടി അയച്ചു തന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് ആ ഡ്രാമ ആൻഡ് പോയട്രിയുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഇയർ BA BScയുടെ ഫെബ്രുവരി 2020 നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യനാണ്. പാർട്ട് 1 ഇംഗ്ലീഷിലെ പേപ്പർ 3 ഡ്രാമ ആൻഡ് പോയട്രി. അപ്പോൾ ഇതും 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 hours എക്സാമിനേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് അങ്ങ് തുടങ്ങാം. ഇതിലെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അനോട്ടേറ്റ് എനി 6 of the following taking 2 from each group. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അനോട്ടേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ 3 ഗ്രൂപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C എന്നിങ്ങനെ 3 സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടേക്കിംഗ് 2 from each ഗ്രൂപ്പ്. ഈ ഓരോ ഗ്രൂപ്പിൽ നിന്നും അറ്റ്ലീസ്റ്റ് 2 എണ്ണമെങ്കിലും എടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ടോട്ടൽ 6 എണ്ണം. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 ഗ്രൂപ്പിൽ നിന്ന് 2 എണ്ണം വെച്ചിട്ട് 6 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. ഓരോ ഗ്രൂപ്പിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് മിനിമം എടുക്കണമെന്നാണ് പറഞ്ഞത്. മിനിമം അല്ല, അത്രേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഗ്രൂപ്പ് എയിൽ 4 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിൽ 4 ക്വസ്റ്റ്യൻസ്, ഗ്രൂപ്പ് സിയിലും 4 ക്വസ്റ്റ്യൻസ്. അങ്ങനെ 12 ക്വസ്റ്റ്യൻസിൽ നിന്നാണ് നിങ്ങൾ 6 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ എത്ര മാർക്കിൻ്റെയാണ്? ഓരോന്നും 5 മാർക്കിൻ്റേതാണ്. അങ്ങനെ 6 എണ്ണത്തിലൂടെ 30 മാർക്ക്. 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 5 മാർക്ക് വെച്ച് 30 മാർക്കിൻ്റെ. അപ്പോൾ നോക്കാം, സെക്ഷൻ എയിൽ ചോദിച്ചിരിക്കുന്ന അനോട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, ആസ് വിഗ്ഡ് ഡ്യൂ ആസ് എവർ മൈ മദർ ബ്രഷ്ഡ് വിത്ത് രാവൺസ് ഫെദർ ഇൻ അൺഹോൾസം ഫെൻ ഡ്രോപ്പ് ഓൺ യു ബോത്ത് എ സൗത്ത് വെസ്റ്റ് ബ്ലോ ഓൺ യു ആൻഡ് ബ്ലിസ്റ്റർ യു ഓൾ ഓവർ. ഏതിലെയാണ്? ടെമ്പസ്റ്റിലെ, ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിൽ. അതിന് മുന്നേ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഡ്രാമ ആൻഡ് പോയട്രിയിൽ പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്നൂടെ മനസ്സിലാക്കിയിരിക്കണം. ടെമ്പസ്റ്റും സീസർ ആൻഡ് ക്ലിയോപട്രയും പിന്നെ ഈ മൂൺലിറ്റ് ഡോം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ള ടെക്സ്റ്റിൻ്റെയാണ്. മൂൺലിറ്റ് ഡോം എന്ന് പറയുമ്പോൾ പോംസ് ആണ്. അപ്പം ഈ 3 സെക്ഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സീസർ ആൻഡ് ക്ലിയോപാട്രയും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടെമ്പസ്റ്റും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെ 10 പോംസും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രൂപ്പ് എയിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെമ്പസ്റ്റിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ അനോട്ടേഷൻ 5 മാർക്കിൻ്റെയാണ് ഓരോന്നും. അപ്പോൾ എത്ര എഴുതണമെന്ന് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. മിനിമം ഒരു 3 പാരഗ്രാഫ്, മാക്സിമം 2 പേജ്. മാക്സിമം ആണ് 2 പേജ്, അല്ലാന്നുണ്ടെങ്കിൽ 3 പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ 1.5 പേജ് കുറയാതെ എഴുതാൻ ശ്രമിക്കുക. അനോട്ടേഷൻ 3 പാരഗ്രാഫ് അറ്റ്ലീസ്റ്റ് വേണം. ഓതറിൻ്റെ കാര്യമൊക്കെ ഉൾപ്പെടുത്തി എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്ത് പോവുക, നല്ല സെൻറ്റൻസ് കോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എഴുതി പോവുക. അതാണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി 2, യു ആർ ജെന്റിൽമെൻ ഓഫ് ബ്രേവ് മെറ്റൽ, യു വുഡ് ലിഫ്റ്റ് ദ മൂൺ ഔട്ട് ഓഫ് ഹർ സ്ഫിയർ ഇഫ് ഷീ വുഡ് കണ്ടിന്യൂ ഇൻ ഇറ്റ് 5 weeks വിത്തൗട്ട് ചേഞ്ചിങ്. ഇതും എന്തിലെ തന്നെ പറയുന്നത്? ടെമ്പസ്റ്റിലെ തന്നെയാണ് ക്വസ്റ്റ്യൻ രണ്ടാമത്തതും. അപ്പോൾ ടെമ്പസ്റ്റിലെ ഞാനിപ്പം വീഡിയോ ഇട്ടിരിക്കുന്നത് സമ്മറി മാത്രമാണ്. കാരണം എൻ്റെ കയ്യിൽ നോട്ട്സോ ടെക്സ്റ്റോ ഒന്നുമില്ല ടെമ്പസ്റ്റിൻ്റെ. അപ്പം ഞാൻ ഗൂഗിളിൽ നിന്നെടുത്ത സ്റ്റോറി മാത്രമാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ടെമ്പസ്റ്റ് ഇതുപോലെ അനോട്ടേഷനൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിരുന്നാൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. ഏതെങ്കിലുമൊക്കെ അനോട്ടേഷൻ്റെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ സമ്മറി വെച്ചിട്ട് കിട്ടുമായിരിക്കും, പക്ഷേ എല്ലാം കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കുക. ഇനി ടെക്സ്റ്റ് ഇല്ല എന്നുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ നോട്ട്സ് ഇല്ല സെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ടെക്സ്റ്റ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്താൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോഡ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പോകുക, എന്നാൽ മാത്രമേ അനോട്ടേഷൻ എഴുതാൻ പറ്റൂ. ഈ അനോട്ടേഷൻ വായിക്കുമ്പോൾ ഏത് സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞാലല്ല ബാക്കി സമ്മറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ടെക്സ്റ്റ് തന്നെ വായിക്കുക അനോട്ടേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി 2 സെക്ഷൻ എയിലെ ടെമ്പസ്റ്റ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സം thousands of these logs and pile them up upon a sore injection my sweet mistress weeps when she sees me at work and says such a baseness had never like executor. ഇതും ഏതിൽ നിന്നുള്ള ടെമ്പസ്റ്റ് തന്നെയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, let them be 100 soundly at this hour lie at my mercy all my enemies surely shall all my labors end and thou shalt have the aired freedom. നാലാമത്തെ ക്വസ്റ്റ്യനും എതിൽ നിന്ന് തന്നെ ചോദിച്ചിരിക്കുന്നത്, ടെമ്പസ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ എയിലെ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഈ 4 എണ്ണം ഏതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ ടെമ്പസ്റ്റിൽ നിന്ന്, ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റിൽ നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെക്ഷൻ
ടെമ്പസ്റ്റ് നോക്കി പഠിക്കുക. ഇതിലിപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് 2020 ക്വസ്റ്റ്യനിൽ. അപ്പം ഇനി ഒരു ക്വസ്റ്റ്യനോട് നോക്കിയിട്ട് അതിലെയും ഫസ്റ്റ് എ പാർട്ട് ടെമ്പസ്റ്റ് തന്നെ ആണോ എന്ന് നോക്കാം. ഇത് അടുത്ത ജൂലൈ 2019 ഡ്രാമ ആൻഡ് പോയട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ ഗ്രൂപ്പ് എയിൽ കൊടുത്തിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് അത് ഇതുപോലെ തന്നെ അനോട്ടേറ്റ് ചെയ്യാനാണ്. ആദ്യത്തെ 6 എണ്ണം ഓരോ സെക്ഷനിൽ നിന്ന് 2 എണ്ണം എടുത്തതിന് ശേഷം. അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹെൽ ഈസ് എംപ്റ്റി ആൻഡ് ഓൾ ദ ഡെവിൾസ് ആർ ഹിയർ. ടെമ്പസ്റ്റ് ആണ്. ദ ലാറ്റർ എൻഡ് ഓഫ് ഹിസ് കോമൺവെൽത്ത് ഫോർഗെറ്റ്സ് ദ ബിഗിനിങ്. അതും ടെമ്പസ്റ്റ് ആണ്. Third question, I will believe both and what does else want credit? Come to me and I will be sworn. It is true. Travelers never did lie. Thou fools at home condemn them. ഇതും ടെമ്പസ്റ്റ് ആണ്. അടുത്ത 4ാമത്തെ I will break my staff, buried certain fathoms in the earth and deeper than did ever plummet sound. I will drown my book. ഇതും ടെമ്പസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഗ്രൂപ്പ് എ ചോദിച്ചിരിക്കുന്ന 4ഉം ടെമ്പസ്റ്റിൽ നിന്ന് തന്നെയാണ് എന്ന് വെച്ചിട്ട് ടെമ്പസ്റ്റ് ആണെന്ന് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ നോക്കിയാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ എന്തായാലും ഫസ്റ്റ് എ സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത് ടെമ്പസ്റ്റ് ആണ്. പക്ഷേ ടെമ്പസ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്താണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിരിക്കണം. ഏത് ക്യാരക്ടറാണ് ഈ ഒരു പർട്ടിക്കുലർ സെൻറ്റൻസ് പറയുന്നത് എന്നൊക്കെ ഉള്ള കാര്യം അറിഞ്ഞിരിക്കണം. എന്നാലേ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് തന്നെ വായിക്കാം. അപ്പം സെക്ഷൻ എ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സെക്ഷൻ ബി നോക്കാം. സെക്ഷൻ ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എ ഡ്രീം, വാട്ട് എ മാഗ്നിഫിഷ്യൻറ്റ് ഡ്രീം. ഓൺലി ലെറ്റ് മീ നോട്ട് വേക്ക് ആൻഡ് ഐ വിൽ കോൺകർ 10 കോണ്ടിനെൻറ്റ്സ് ടു പേ ഫോർ ഡ്രീമിങ് ഇറ്റ് ഔട്ട് ടു ദി എൻഡ്. ഏതാണ്? സീസർ ആൻഡ് ക്ലിയോപാട്രയിലെയാണ്. ഇത് 6ാമത്തെ, ഹിസ് കൈൻഡ്നസ് ടു മീ ഈസ് എ വണ്ടർ, നെയ്തർ മദർ ഫാദർ നോ നേഴ്സ് ഹാവ് എവർ ടേക്കൺ സോ മച്ച് കെയർ ഫോർ മീ ഓർ ത്രോൺ ഓപ്പൺ ദെയർ തോട്ട്സ് ടു മീ സോ ഫ്രീലി. ഇത് ഏതിനെയാണ്? സീസർ ആൻഡ് ക്ലിയോപാട്ര തന്നെയാണ്. അപ്പോൾ സെക്ഷൻ ബിയിലെ 2 എണ്ണം സീസർ ആൻഡ് ക്ലിയോപാട്ര. ഇനി 3, 4, 7, 8. തേർഡ് വൺ, കാം യുവർ സെൽഫ് മൈ ഫ്രണ്ട്, ഐ എം നോട്ട് ഗോയിങ് ടു ഈറ്റ് യു. ഇത് ഇതിലെ തന്നെ, ഐ ഹാവ് കം ബൈ ബോട്ട് ഫ്രം അലക്സാൻഡ്രിയ വിത്ത് പ്രഷ്യസ് ഗിഫ്റ്റ്സ് ഫോർ സീസർ. ഇതും എന്ത് തന്നെയാണ്? സീസർ ആൻഡ് ക്ലിയോപാട്രയിൽ തന്നെയാണ്. അത് 4th അതിലെ, അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ. 4th ക്വസ്റ്റ്യൻ, അൺഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ആം, ഐ വാസ് എബൌട്ട് ടു സെറ്റ് യു ഫ്രീ ബട്ട് ഐ വിൽ നോട്ട് പാർട്ട് ഫ്രം യു ഫോർ എ മില്യൺ ടാലൻസ്. ഇതും സീസർ ആൻഡ് ക്ലിയോപാട്രയാണ്. അപ്പം ഗ്രൂപ്പ് ബി ഏതാണ് ഫുള്ള് ചോദിച്ചിരിക്കുന്നത്? സീസർ ആൻഡ് ക്ലിയോപാട്ര. ഇനി നമ്മുടെ 2019 ക്വസ്റ്റ്യൻ പേപ്പറോട് നോക്കാം. 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ, എ റോമൻ ഡസ് നോട്ട് സ്റ്റേ വിത്ത് ക്യൂൻസ് ഹു ആർ അഫ്രൈഡ് ഓഫ് ദെയർ സ്റ്റേസ്. സീസർ ആൻഡ് ക്ലിയോപാട്ര. അടുത്ത 6ാമത്തെ, യെസ് ദ ഗോഡ്സ് വുഡ് നോട്ട് സഫർ, നോട്ട് സഫർ, ഐ ഫോർഗോട്ട് വാട്ട് ദ ഗോഡ്സ് വുഡ് നോട്ട് സഫർ. അതും സീസർ ആൻഡ് ക്ലിയോപാട്ര. I do not make human sacrifices to my honor as you druids do. ഇതും സീസർ ആൻഡ് ക്ലിയോപാട്രയാണ്. ഇനി 8ാമത്തെ, അതായത് 4th ക്വസ്റ്റ്യൻ ഗ്രൂപ്പ് ബിയിലെ, he prefers to stay and spy on us, so would I if I had to do with the general subjects to fits of clemency. അപ്പോൾ ഇതും എന്താണ്? സീസർ ആൻഡ് ക്ലിയോപാട്രയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, 2019, 20 ചോദിച്ചിരിക്കുന്ന ഗ്രൂപ്പ് ബി ഏതിലെയാണ്? സീസർ ആൻഡ് ക്ലിയോപാട്ര. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ. എനിക്ക് ക്വസ്റ്റ്യൻസ് വലിയ പരിചയമില്ല. ഞാൻ ഈ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെയാണോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളുക. എന്തായാലും ഏത് ചാപ്റ്റർ മീൻസ് ഏതിൽ നിന്നാണ് എന്നൊക്കെ ഉള്ള കാര്യം 1-2 പേരൊക്കെ എഴുതിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങളിവിടെ നോക്കിയേക്കുക. ഇനി നമ്മുടെ 2020 ഗ്രൂപ്പ് സി നോക്കാം. അതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then a soldier full of strange oaths and bearded like the bard, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. അതായത് ആ സോൾജിയറിൻ്റെ ഒക്കെ വരുമ്പോഴത്തേന് നമ്മുടെ മൂൺലിറ്റ് ഡോമിലെ ഫസ്റ്റ് ഷേക്സ്പിയറിൻ്റെ ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ് ആ ചാപ്റ്ററിലെ ആ പോയം, അതിൽ നിന്നുള്ള നോട്ടേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്ഷൻ സി ഗ്രൂപ്പ് സി വരുമ്പോഴത്തേന് പോംസ് ആയ വരുന്നത്. ഇനി അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, വാൾസ് സ്കൂപ്പ് ദെയർ ആക്സ് and firmaments row, diadems drop, and dogs surrender, and dodges surrender, soundless as dots on a disk of snow. അപ്പോൾ ഇതേതാണ്? നമ്മുടെ സേഫ് ഇൻ ദെയർ അലബാസ്റ്റർ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് എമിലി ഡിക്കിൻസൻ്റെ, അതാണ് 3rd ക്വസ്റ്റ്യൻ. മൂൺലിറ്റ് ഡോം തന്നെ. അപ്പം നമ്മുടെ 12th ക്വസ്റ്റ്യൻ, നത്തിങ് റിമൈൻഡ് ബട്ട് സെൽഫ് കൺഫെഷൻ മാഡം, ഐ വോണ്ട്, ഐ ഹേറ്റ് എ വാസ്റ്റ് ജേർണി. അപ്പം ഇതേതാണ്?
ടെലിഫോൺ കോൺവെർസേഷൻ വോളിസോയിങ്കയുടെ അതിൽ നിന്നാണ്. മൂൺലിറ്റ് ഡോം തന്നെ, അതാണ് സെക്ഷൻ സിയിൽ ചോദിച്ചിരിക്കുന്ന 4 ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2019 ഗ്രൂപ്പ് സി ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് 2020 മൂൺലിറ്റ് ഡോമിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്ന പോംസ്. അപ്പോൾ ഇതിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ ഫുൾ ഓഫ് സ്ട്രെയിഞ്ച്, അതായത് ഗ്രൂപ്പ് സിയിലെ ഫസ്റ്റ് വൺ, ഫുൾ ഓഫ് സ്ട്രെയിഞ്ച് ഓട്സ് ആൻഡ് ബിയർഡഡ് ലൈക്ക് ദ പാർട്ട്, jealous in honor, sudden and quick in quarrel, seeking the bubble reputation even in the cannon's mouth. സെയിം തന്നെ, ഏത് ഓൾ ദ വേൾഡ് ഇസ് എ സ്റ്റേജ്, ഷേക്സ്പിയറിൻ്റെ തന്നെ മൂൺലിറ്റ് ഡോം ആണ്. അടുത്ത I see a lily on thy brow with anguish moist and fever dew, and on thy cheeks a fading rose fast withered too. ഇതേതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലാബൽ ഡെയിംസൺസ് മെഴ്സി എന്ന് പറഞ്ഞിട്ട് ജോൺ ഗേറ്റ്സിൻ്റെ ആ ഒരു പോയത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ 11th ക്വസ്റ്റ്യൻ, ഡെത്ത് ക്ലോസസ് ഓൾ ബട്ട് സംതിങ് എർ ദ എൻഡ്, സം വർക്ക് ഓഫ് നോബിൾ നോട്ട് മേ ഇറ്റ് ബി ഡൺ, നോട്ട് അൺബിക്കമിങ് ഓഫ് മാൻ ദാറ്റ് സ്ട്രോ വിത്ത് ഗോഡ്സ്. ഇതേതാണ്? യുലൈസസിൽ നിന്നാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ആൽഫ്രഡ് ടെന്നിസൻ്റെ. അപ്പം ഗ്രൂപ്പ് സിയിലെ 4th ക്വസ്റ്റ്യൻ, അതായത് 12th ക്വസ്റ്റ്യൻ, സം ആർ ലിവിങ് ഇൻ മാൻഷൻസ്, സം ആർ ലിവിങ് ഇൻ ഹോൾസ്, എറ്റ് ദെയർ ഇസ് നോ പ്ലേസ് ഫോർ us. ഏതാണ്? റെഫ്യൂജി ബ്ലൂസിൽ നിന്നാണ്, W.H. Auden's റെഫ്യൂജി ബ്ലൂസ്. അപ്പോൾ ഗ്രൂപ്പ് സി ഏതാണ് മൊത്തം ചോദിച്ചിരിക്കുന്നത്? മൂൺലിറ്റ് ഡോം തന്നെ. അപ്പം അത് കഴിഞ്ഞു. 2019 2020 ക്വസ്റ്റ്യൻസ് നമ്മൾ റെഫർ ചെയ്തപ്പോഴത്തേന് എന്താ മനസ്സിലായത്? ഫസ്റ്റ് 3 സെക്ഷനാണ്, എല്ലാത്തിൽ നിന്നും 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കാണ്. അങ്ങനെ 3ൽ നിന്നും കൂടെ 30 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 6 എണ്ണം ടോട്ടൽ അറ്റൻഡ് ചെയ്യുക. 2ൽ നിന്നും 2 എണ്ണം, 3 സെക്ഷനിൽ നിന്നും 2 എണ്ണം വീതം എടുത്തിട്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ഏതിൽ നിന്നാണ്? ടെമ്പസ്റ്റിൽ നിന്നാണ്, ഷേക്സ്പിയറിൻ്റെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ബിയിൽ ചോദിച്ചിരിക്കുന്ന മൊത്തം സീസർ ആൻഡ് ക്ലിയോപാട്ര, ബെർണാഷോയുടെ. ഇനി ഗ്രൂപ്പ് സിയിൽ ചോദിച്ചിരിക്കുന്ന മൊത്തം നിങ്ങളുടെ മൂൺലിറ്റ് ഡോമിലെ 10 പോയിംസ് ഉണ്ടല്ലോ, അതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ആയിരിക്കും എല്ലാവട്ടവും വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 30 മാർക്കിൻ്റെ കഴിഞ്ഞു, അനോട്ടേഷൻ കഴിഞ്ഞു. ഇനി നോക്കാം അടുത്തത് എന്താണെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എസ്സേ ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 pages. അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ ആണ്, 3 pages ആണ്. 3 pages എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 പേജ് എഴുതിയാലും ഒരു കുഴപ്പമില്ല, മാക്സിമം 4 പേജൊക്കെ പോകാം. 4 പേജൊക്കെ മതി, അതിനേക്കാൾ കൂടുതലൊന്നും വേണ്ട. പിന്നെ എസ്സേ ഒക്കെ എഴുതുമ്പോഴത്തേന് ചുമ്മാ അങ്ങ് എഴുതി പോകാതെ അണ്ടർലൈൻ ചെയ്ത് നല്ല കോട്ട്സൊക്കെ എഴുതി, കൊട്ടേഷനൊക്കെ കൊടുത്ത് അതിനെക്കുറിച്ച് നന്നായിട്ട് എഴുതി, നല്ല പാരഗ്രാഫുകളായിട്ട് തിരിച്ച് ഒക്കെ വേണം എഴുതാൻ. ഫസ്റ്റും സെക്കൻഡും ലാസ്റ്റ് പാരഗ്രാഫും ഒക്കെ നല്ലതായിട്ട് എഴുതണം. അപ്പോൾ അങ്ങനെ എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു എസ്സേ ആണ് എഴുതേണ്ടത്. 15 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ, ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം 2020 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിലെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ, അറ്റംപ്റ്റ് എ ക്രിട്ടിക്കൽ അസസ്മെൻറ്റ് ഓഫ് ദ ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി ഓഫ് ഫെർഡിനൻഡ്. ഫെർഡിനൻഡ് ഏതിലാണ് ക്യാരക്ടറായിട്ട് വരുന്നത്? ടെമ്പസ്റ്റിൽ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ടെമ്പസ്റ്റ് ഈസ് എ പ്ലേ അബൌട്ട് ദ യൂസ് ആൻഡ് അബ്യൂസ് ഓഫ് പവർ, ഡിസ്കസ്. രണ്ടും ടെമ്പസ്റ്റിലാണ് ചോദിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 2019 നോക്കാം. 2019 എസ്സേ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ആൻ എസ്സേ ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 pages. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ടെമ്പസ്റ്റ് റിവീൽ ദാറ്റ് ദ റെയറർ ആക്ഷൻ ഈസ് ഇൻ വെർച്യൂ ദാൻ ഇൻ വെഞ്ചിയൻസ്. അതും ടെമ്പസ്റ്റ് ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ റോൾ ആൻഡ് ക്യാരക്ടർ ഓഫ് മിറാൻഡയും വരുന്നത് ഏതാണ്? ടെമ്പസ്റ്റ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2ലും ഏതാണ്? സെക്കൻഡ് സെക്ഷൻ ചോദിച്ചിരിക്കുന്നത് 2ഉം ടെമ്പസ്റ്റിൽ നിന്നാണ്. ഇനി നമ്മുടെ 3ാമത്തെ സെക്ഷനിൽ നോക്കാം. 3ാമത്തെ സെക്ഷനും ആൻസർ എനി വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 pages. അടുത്തൊരു എസ്സേ ആണ്, അതും 2 ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 15 മാർക്കിൻ്റെ തന്നെയാണ്. അത് ഏതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. 2019 ക്വസ്റ്റ്യനിൽ ദ റോൾ ആൻഡ് ക്യാരക്ടർ ഓഫ് ക്ലിയോപാട്ര, സീസർ ആൻഡ് ക്ലിയോപാട്രയിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ. 2, കമൻറ്റ് ഓൺ ദ വേരിയേഷൻസ് ബ്രോട്ട് അബൌട്ട് ബൈ ബെർണാഡ് ഷോ ഇൻ ഡെപ്പിക്റ്റിംഗ് ദ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഇൻ സീസർ ആൻഡ് ക്ലിയോപാട്ര. അതും ഏതാണ്? സീസർ ആൻഡ് ക്ലിയോപാട്ര തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് 2020 നോക്കാം. 2020 തേർഡ് പാർട്ടിൽ വരുന്നത് എസ്സേയിൽ 1, ദ മെയിൻ തീം ഓഫ് ബെർണാഡ് ഷോസ് പ്ലേ സീസർ ആൻഡ് ക്ലിയോപാട്ര ഈസ് നോട്ട് ലവ് ബട്ട് പൊളിറ്റിക്സ്, ഡിസ്കസ്. ഏതാണ്? സീസർ ആൻഡ് ക്ലിയോപാട്ര തന്നെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ബെർണാഡ് ഷോ പ്രസന്റ് ദ ക്യാരക്ടർ ഓഫ് സീസർ ഇൻ സീസർ ആൻഡ് ക്ലിയോപാട്ര. അതും സീസർ ആൻഡ് ക്ലിയോപാട്ര. അപ്പോൾ സെയിം പാറ്റേൺ ആണെന്ന് തോന്നുന്നു എല്ലാ വർഷവും വരുന്നത്. എന്താ? തേർഡ് സെക്ഷനിൽ, സെക്കൻഡ് സെക്ഷനിൽ വന്നിട്ട് ടെമ്പസ്റ്റും, തേർഡ് സെക്ഷനിൽ എസ്സേ വന്നിട്ട് സീസർ ആൻഡ് ക്ലിയോപാട്ര. ഇനി നമ്മുടെ 4th സെക്ഷൻ നോക്കാം എന്താണെന്ന്. 2020 ക്വസ്റ്റ്യന്, അറ്റംപ്റ്റ് ആൻ എസ്സേ ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ അബൌട്ട് 3 pages. നിങ്ങളുടെ 3ാമത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതും 2 എണ്ണം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 15 മാർക്കിൻ്റെയാണ്, ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ്. അപ്പോൾ അത് 3ാമത്തെ എസ്സേ ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രിങ് ഔട്ട് ദ ഫിലോസഫി ഓഫ് ലൈഫ് എക്സ്പ്രസ്ഡ് ബൈ ടെന്നിസൺ ഇൻ ദ പോം യുലൈസസ്. നമ്മുടെ മൂൺലിറ്റ് ഡോമിലെ ഒരു ക്വസ്റ്റ്യൻ.
പിന്നെ കമൻറ്റ് ഓൺ ദ കണ്ടംപററി റിലവൻസ് ഓഫ് ദ പോം യുവർ അറ്റൻഷൻ പ്ലീസ്, അതും മൂൺലിറ്റ് ഡോം. ഇനി 2019 നോക്കാം. 2019 4th സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് വാട്ട് അക്കോർഡിംഗ് ടു ജാക്വസ് ആർ ദ 7 സ്റ്റേജസ് ഇൻ ഹ്യൂമൻ ലൈഫ്, മൂൺലിറ്റ് ഡോം, ഓൾ ദ വേൾഡ്. കൺസിഡർ ദ റൈം ഓഫ് ദ ഏൻഷ്യന്റ് മാർനർ ആസ് എ ടെയിൽ ഓഫ് സിൻ ആൻഡ് റിഡംഷൻ, അതും ഏതാണ്, മൂൺലിറ്റ് ഡോമിലെ റൈം ഓഫ് ഏൻഷ്യന്റ് മാർനർ. അപ്പോൾ അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 3rd സെക്ഷൻ എസ് എ നിങ്ങൾക്ക് 3 എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടെമ്പസ്റ്റ്, സെക്കൻഡ് സീസർ ആൻഡ് ക്ലിയോപാട്ര, തേർഡ് വന്നിട്ട് മൂൺലിറ്റ് ഡോം. ആദ്യത്തെ സെക്ഷൻ എ ബി സി എന്ന് പറഞ്ഞ് അനോട്ടേഷൻ ചോദിച്ച അതേ പാറ്റേണിൽ തന്നെയാണ് എസ് എയും ചോദിച്ചിരിക്കുന്നത്. 3 എസ് എ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി. ഇനി 5th സെക്ഷൻ നോക്കാം. ആൻസർ എനി 5 ഓഫ് ദ ഫോളോയിങ് ഈച്ച് ഇൻ അബൌട്ട് 80 വേർഡ്സ്. 80 വേർഡ്സിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. അപ്പം 80 വേർഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, എസ് എ ഒക്കെ പറയുമ്പോൾ അതായത് 100 വേർഡ്സ് പറയുമ്പോൾ 1 പേജാണ് പറയുന്നത്. അപ്പോൾ 80 വേർഡ്സ് എന്ന് പറയുമ്പോൾ അതിനൊക്കെ കുറച്ചുകൂടെ കുറവ് എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നിങ്ങൾക്കൊരു 1-1.5 പേജ് എഴുതിയെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. എഴുതുമ്പോൾ വൃത്തിയായിട്ട് നല്ലപോലെ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻസ് എഴുതിയെന്നാണ്. ഫസ്റ്റ് വൺ ദ ഓപ്പണിംഗ് സീൻ ഓഫ് ദ ടെമ്പസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ദ പാർട്ട് പ്ലേഡ് ബൈ ഏരിയൽ, അതും ടെമ്പസ്റ്റ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ദ കോമിക് സബ്പ്ലോട്ട് ഇൻ ദ ടെമ്പസ്റ്റ്, അതും ടെമ്പസ്റ്റ് ആണ്. മൂന്നാമത്തെ അത് നിങ്ങൾ ടോട്ടൽ 80 വേർഡ്സിൽ 5 എണ്ണമാണ് എഴുതേണ്ടത്. ഇപ്പോൾ 3 എണ്ണം ചോദിച്ചതും ടെമ്പസ്റ്റ് എന്നാണ്. ഇനി ബ്രീഫ്ലി സമ്മറൈസ് ദ ഓൾട്ടർനേറ്റീവ് പ്രൊലോഗ് ടു സീസർ ആൻഡ് ക്ലിയോപാട്ര, സീസർ ആൻഡ് ക്ലിയോപാട്രയിൽ നിന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ദ റെഫറൻസസ് ടു മാർക്ക് ആന്റണി ഇൻ സീസർ ആൻഡ് ക്ലിയോപാട്ര, അതും സീസർ ആൻഡ് ക്ലിയോപാട്ര. ഇനി ദ ഇമേജസ് എംപ്ലോയിഡ് ഇൻ ബാറ്റർ മൈ ഹാർട്ട് ടു പോർട്രേ ദ സോൾ അണ്ടർ ദ സ്വേ ഓഫ് ദ ഡെവിൾ, അത് നമ്മുടെ മൂൺലിറ്റ് ഡോമിൽ നിന്നാണ്. അടുത്തത് ദ റിലവൻസ് ഓഫ് ദ റൈം ഓഫ് ദ ഏൻഷ്യന്റ് മാർനർ ഫ്രം ദ ഇക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, അതും മൂൺലിറ്റ് ഡോം. അടുത്ത ഡിസ്ക്രൈബ് ദ ടെറിബിൾ ഡ്രീം ദ നൈറ്റ് ഹാഡ് ഇൻ ദ മാജിക് കേവ്, അതും എന്താണ്, നമ്മുടെ മൂൺലിറ്റ് ഡോമിൽ നിന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പം 80 വേർഡ്സിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ തന്നിട്ടുണ്ട്? ഓരോന്നിനും 5 മാർക്കാണ്. അതിൽ 5 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെ 25 മാർക്കാണ്. എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ 8 ഓപ്ഷൻ തന്നിട്ടുണ്ട്. 8 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾ 5 എണ്ണം സെലക്ട് ചെയ്ത് എഴുതുക. 5 എണ്ണം ഏതിൽ നിന്ന് വേണമെങ്കിലും എഴുതാം. അത് ടെമ്പസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, സീസർ ആൻഡ് ക്ലിയോപാട്ര ചോദിച്ചിട്ടുണ്ട്, മൂൺലിറ്റ് ഡോം എന്നും ചോദിച്ചിട്ടുണ്ട്. മറ്റേ 2 ക്വസ്റ്റ്യനിൽ നമ്മൾ സെക്ഷൻ വൈസ് തിരിച്ചു. ഇതിൽ അതില്ലെന്നേ ഉള്ളൂ, മിക്സ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതും അറ്റൻഡ് ചെയ്യാം. ഇപ്പം 2 എണ്ണം സീസറിൽ നിന്ന് 2 എണ്ണം ടെമ്പസ്റ്റ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പറ്റത്തില്ല. എത്ര ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ എടുത്തല്ല പറ്റൂ. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഇനി 2020 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലാസ്റ്റോട് നോക്കിയേക്കാം. അതിൽ ചോദിച്ചിരിക്കുന്ന 8 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ വാട്ട് വൈ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ എക്സൈൽ ഓഫ് പ്രോസ്പെറോ, ടെമ്പസ്റ്റിലെ. ഹൗ ഡസ് പ്രോസ്പെറോ ടെസ്റ്റ് ഫെർഡിനൻഡ്സ് ലവ് ഫോർ മിറാൻഡോ, അതും ടെമ്പസ്റ്റ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ മാസ്ക് ഇൻ ആക്ട് 4th ഓഫ് ദ ടെമ്പസ്റ്റ്. അടുത്ത വാട്ട് കമ്പാരിസൺ ഡസ് ദ മാൻ ഡ്രോ ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ദ സ്ഫിങ്സ് ഇൻ ദ ഓപ്പണിംഗ് പാർട്ട് ഓഫ് ദ പ്ലേ സീസർ ആൻഡ് ക്ലിയോപാട്ര. കമന്റ് ഓൺ ക്ലിയോപാട്രാസ് റിലേഷൻഷിപ്പ് വിത്ത് ഫറ്റാറ്റിറ്റ, അതും സീസർ ആൻഡ് ക്ലിയോപാട്ര. പിന്നെ 3 വാട്ട് ഈസ് ദ പ്ലീ ദാറ്റ് ക്ലിയോപാട്ര മേക്സ് ടു സീസർ ജസ്റ്റ് ബിഫോർ ഹി റിട്ടേൺസ് ടു റോം, വീണ്ടും സീസർ ആൻഡ് ക്ലിയോപാട്ര. ദ റോൾ ഓഫ് ദ വെഡിങ് ഗസ്റ്റ് ഇൻ ദ പോയം ദ റൈം ഓഫ് ദി ആൻഷ്യന്റ് മറൈനർ, അത് മൂൺലിറ്റ് ഡോം. വൈ ഡസ് കമലാദാസ് വാണ്ട് ടു ഗോ ടു ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അത് നമ്മുടെ മൂൺലിറ്റ് ഡോം. ഗ്രാൻഡ് മദേഴ്സ് ഹൗസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റേ 2 ക്വസ്റ്റ്യനും റൈം ഓഫ് ദ ഏൻഷ്യന്റ് മാർനറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ന് വെച്ചിട്ട് അത് മാത്രം പഠിക്കാൻ നിൽക്കരുത്. 10 പോയിന്റ്സും പഠിച്ചുകൊണ്ട് പോവുക. ഏത് എവിടെ നിന്നും ചോദിക്കാം. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ, ആദ്യത്തത് അനോട്ടേഷനാണ്. അനോട്ടേഷന് 3 സെക്ഷനുണ്ട്. 3 സെക്ഷനിൽ നിന്ന് നിങ്ങൾ 2 എണ്ണം വീതം എഴുതണം. അങ്ങനെ ടോട്ടൽ 6 എണ്ണം എഴുതണം. 5 മാർക്ക് വെച്ചിട്ട് 6 എണ്ണത്തിലൂടെ 30 മാർക്ക്. അത് ഫസ്റ്റ് സെക്ഷൻ മൊത്തം ടെമ്പസ്റ്റ്, സെക്കൻഡ് സെക്ഷൻ മൊത്തം സീസർ ആൻഡ് ക്ലിയോപാട്ര, തേർഡ് സെക്ഷൻ മൂൺലിറ്റ് ഡോം. അങ്ങനെ ആ പാറ്റേൺ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിട്ട് എസ് എ എഴുതാനാണ്. നിങ്ങൾ ടോട്ടൽ 3 എസ് എ വേണം അറ്റൻഡ് ചെയ്യാൻ. ഫസ്റ്റ് എസ് എ ചോദിച്ചിരിക്കുന്ന സെക്ഷൻ എ ഏതാണ്, ടെമ്പസ്റ്റ്. സെക്ഷൻ ബി ചോദിച്ചിരിക്കുന്നത് സീസർ ആൻഡ് ക്ലിയോപാട്രയിൽ നിന്ന് ഒരെണ്ണം. തേർഡ് സെക്ഷനിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മൂൺലിറ്റ് ഡോമിൽ നിന്ന് 1 എസ് എ. അപ്പോൾ എന്തായാലും എഴുതിയേ പറ്റും 3 എസ് എയും. അപ്പോൾ അത് പഠിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത സെക്ഷൻ വരുമ്പോഴത്തേനും എന്താ, 80 വേർഡ്സിൽ എഴുതാനുള്ളതാണ്. അതിലൊരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അതിൽ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം? 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അതെല്ലാം കൂടെ മിക്സ് ആണ്. മൂൺലിറ്റ് ഡോമിൽ നിന്നും സീസർ ആൻഡ് ക്ലിയോപാട്രയിൽ നിന്നും മറ്റേ ടെമ്പസ്റ്റിൽ നിന്നും 3ലൂടെ മിക്സ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ എത്ര എണ്ണം വേണം അറ്റൻഡ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. 5 മാർക്കിൻ്റെ ആണ്. അങ്ങനെ 25 മാർക്കിൻ്റെ. അപ്പം 25 മാർക്ക് അതിലായി. പിന്നെ 15 വെച്ച് 3 എണ്ണം നടുക്ക് എസ് എക്ക് വരുന്നുണ്ട്. പിന്നെ വീണ്ടും ആദ്യത്തെ അനോട്ടേഷൻ ഒരെണ്ണം, എത്ര
6 എണ്ണം 5 മാർക്ക് വെച്ചിട്ട് 30 മാർക്ക്, അങ്ങനെ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പോൾ പാറ്റേൺ എല്ലാത്തിലും സെയിം ആണ്. 2020-19 നോക്കിയപ്പോൾ ഒരുപോലെ വന്നിരിക്കുന്ന ഈ ഒരു സെക്ഷൻ പാറ്റേൺ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി ഈ വീഡിയോ ഇടുമ്പോഴത്തേന് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം സൗണ്ടുകൾ കാണും. ഇവിടെ അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ട് വായനയൊക്കെ നടക്കുകയാണ്. അപ്പം എനിക്ക് സമയമുള്ള ദിവസം ഇതായതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുന്ന കുറേ വർക്ക്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കും ഇതുപോലെ സമയം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഒന്നും ഇടാൻ പറ്റാത്തത്. എന്നാലും നോട്ട്സ് കിട്ടുന്ന മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ കമൻറ്റ് ഇങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. അതിലേത് എനിക്ക് നോട്ട്സ് ആദ്യം കിട്ടുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഞാനത് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ജിമെയിൽ ID തന്നിട്ട് ആ വഴിക്ക് പോകരുത്. വേണമെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് പോകരുത്. നിങ്ങൾ മെയിൽ ID കൂടെ പറഞ്ഞേക്കണം. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തരുമോ എന്ന് ചോദിക്കേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരും. നിങ്ങൾ അതുകൊണ്ട് മെയിൽ ID അങ്ങ് സെൻഡ് ചെയ്തിരുന്നാൽ മതി. എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ചിലർ ക്വസ്റ്റ്യൻ പേപ്പർ തരുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങ് പോവുകയാണ്. ഞാൻ ID പറയാൻ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല, പിന്നെ അത് കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനായിട്ട് സമയം കളയണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുള്ളതിൻ്റെ കാര്യമാണേ പറഞ്ഞത്. നിങ്ങളിപ്പം ഈ പറയുന്ന ഈ ഡ്രാമയുടെയും പോയിട്രിയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്, അത് സെൻഡ് ചെയ്ത് തരാം. പിന്നെ നോട്ട്സ് കുറേ പേര് ചോദിച്ചു, അതും എല്ലാം എൻ്റെ കയ്യിലില്ല. എൻ്റെ കയ്യിലുള്ളത് മൂൺലിറ്റ് ഡോമിൻ്റെ നോട്ട്സും റോസിൻ്റെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ഇയറിൻ്റെ പോയട്രി, എക്സ്പീരിയൻസ് ഓഫ് പോയട്രി, ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും. ഡ്രാമയുടെ ഒന്നിൻ്റെയും നോട്ട്സ് എൻ്റെ കയ്യിലില്ല. അതായത് ഈ സീസർ ആൻഡ് ക്ലിയോപാട്രയുടെയോ ടെമ്പസ്റ്റിൻ്റെ ഒന്നും നോട്ട്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് ചോദിച്ചാലും എൻ്റെ കയ്യിലില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇതുള്ളത് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവർ തരുവോ ഇല്ലയോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കാതെ ID അങ്ങ് പറഞ്ഞിരുന്നാൽ മതി. ഞാനത് എൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ കുറേ പേര് എക്സാമിൻ്റെ തലേന്നാണ് എന്നോട് നോട്ട്സ് ചോദിച്ചിരിക്കുന്നത്. അവരൊക്കെ എങ്ങനെ പഠിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്നെ ഡൗട്ടാണ്. നാളെയാണ് എക്സാം, ഇന്ന് എനിക്ക് നോട്ട്സ് തരുമെന്നും പറഞ്ഞ് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരൊക്കെ എന്തോ എഴുതി കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറയുന്നത് വെറും സമ്മറി മാത്രമാണ്. അപ്പോൾ സമ്മറി വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുറേയൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് അറിയാനും ഇടയ്ക്ക് ആ സമ്മറി വെച്ചിട്ട് കുറേ എഴുതാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ എഴുതാം. അല്ലാതെ കംപ്ലീറ്റ് ഈ ഒരു ഇത് കേട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് കൂടൊക്കെ എന്തായാലും വായിച്ചേക്കും. എന്തായാലും ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടുന്നവർക്ക് മെയിൽ ID തന്നാൽ സെൻഡ് ചെയ്ത് തരാം.